Hello! Little Soulലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശ്രീനാഥ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ലാസ്റ്റ് ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. നോർമലി ഞാൻ ഗ്യാപ്പ് ഇടാറില്ല. ഇതിപ്പോൾ 1 വീക്കോളം ആയി. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളുണ്ടായിരുന്നു. ബിസിയൊക്കെ ആയിപ്പോയി. വീട്ടിലെല്ലാവർക്കും സുഖമില്ലാണ്ടായ ഹസ്ബൻഡിനും എനിക്കും എല്ലാവർക്കും പനി ജലദോഷം അങ്ങനെയുള്ള വെതർ ചേഞ്ചിൻ്റെയാണ്. ദൈവഭാഗ്യം കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഒക്കെ ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നോർമലി ഇങ്ങനത്തെ ഈ ബാക്ക്ഗ്രൗണ്ടിലല്ല നമ്മൾ കാണുന്നത്. ഇന്ന് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലൈറ്റൊക്കെ ഇപ്പോൾ ആളാങ്ങി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതാകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നെ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് ഫ്ലേവറിൻ്റെ ടോണറാണ്. ടു സെക്കൻഡ് അതൊന്ന് നമ്മുടെ ഫേസിലോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് വിടുക. ചെറിയൊരു മസാജ് കൂടി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഞാൻ പോൺസിൻ്റെ ഫിനിഷിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫേസ് ഇത്തിരി ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരു വൈറ്റ് കാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്തത് കേട്ടോ. ഒരു ഫേസിന് ബേസ് ഒരു വൈറ്റ് കാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത് ഞാൻ NYBയുടെ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് സ്പോട്ടുകൾ മാർക്കുകൾ ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ടോണർ വെച്ചിട്ട് തന്നെ ആ പഫിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്തിട്ട് ചെറിയൊരു നനവോട് കൂടി തന്നെ ഞാനതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ അപ്ലൈ ആണ്. ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്ന മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ പോർസ്ലെസ് ഫൗണ്ടേഷനാണ്. 220 ആണ് കേട്ടോ ഷെയ്ഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ ഷാഡോ സെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അടുത്ത് ഞാൻ കണ്ണിൽ ഫേക്ക് ഐലാഷസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ തേച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം അതൊന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് ഊർന്നു പോവും, സെറ്റ് ആവത്തില്ല. NYBയുടെ ബ്ലാക്ക് ഐലൈനറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഐലാഷസ് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. ഫേസ് ഓഫ് കാനഡയുടെ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാട്ടർ ലൈന് ഫിൽ ചെയ്യുന്നത്. ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ NYBയുടെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആണ് കേട്ടോ, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. നെക്സ്റ്റ് സ്റ്റെപ്പ് കോണ്ടോറിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് NYBയുടെ കളർ കറക്റ്റർ ഒരു പാലറ്റാണ്. കളർ കറക്റ്ററിൻ്റെ ഒരു പാലറ്റാണ്. അതിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോസിൻ്റെ അവിടെയും ജോ ലൈനിൻ്റെ അവിടെയും ചീക്സിൻ്റെ അവിടെയൊക്കെ. NYBയുടെ കോമ്പാക്ട് പൗഡറാണ്. അതിട്ട് ഞാനൊന്ന് ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് കളർ ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നോസും ചീക്സിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു രീതിയിൽ ബ്ലഷ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഞാൻ ചെറിയ റെഡിഷ് കളർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രിസ്മസ് അല്ലേ, ബ്ലഷും ഹൈലൈറ്റും ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതി. നെക്സ്റ്റ് ലിപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പം ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാനായിട്ട് എലൈറ്റിൻ്റെ ഗോ മാറ്റ് ക്രയോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെയാണ്. ഡാസ്ലറിൻ്റെ ഒരു റെഡ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് M688 ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് കോഡ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു സൂപ്പറായിട്ടുള്ള റെഡിഷ് ക്രീമി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാട്ടോ, നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലഷും ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ലുക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഓർണമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോണിൻ്റെയാണ്. ബാംഗിളും സ്റ്റോണിൻ്റെയാണ്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷത്തോളം പഴക്കം ഉണ്ട് ഇതിന്. കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല സാധനമായിരുന്നു, ക്വാളിറ്റി ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഡ്രസ്സ് വന്നിട്ട് വട്ടിയൂർക്കാവ് നെട്ടയം. അടുത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ദൂരെയുള്ളവർക്ക് ഇട്ട് പറയാണ്. ക്രിസ്മസിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമലി അവിടെ അല്ലെങ്കിലും അവിടെ കിടിലം കളക്ഷൻസ് ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ്. എന്നിട്ട് റെഡ് കളറിലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് അവിടെ ഉണ്ട്. സർക്കിളിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ അടിച്ച് പൊളിക്കുക. എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ്ങിൻ്റെ വീഡിയോ ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ മുകളിലായിട്ടൊരു ഐക്കൺ വരും. ഈ ഐക്കൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഹെയർ സ്മൂത്തനിങ് വീഡിയോ കാണാം. ഓക്കെ, അത് കണ്ടിട്ടില്ല, എത്ര ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഹെയർ എൻ്റെ ഫേസിന് ഇണങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്കിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കമൻറ്റ് പറയണം. അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ